അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില വാർത്തകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗത്തിനെ പോലെ തോന്നുന്ന ചില സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില വാർത്തകളുണ്ട്. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മള് ഹജ്ജിന്റെ സീസണിൽ കാണാതായിട്ടുള്ളൊരു മുഹമ്മദ് മാസ്റ്ററെ കണ്ടു കിട്ടിയൊരു വാർത്ത നമ്മളൊക്കെ കേട്ടതാണ്. മിനായിൽ വെച്ചിട്ട് കാണാതായ മുഹമ്മദ് മാസ്റ്ററെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിയുന്നത് വരെ കണ്ടെത്തിയില്ല. ഓരോ ദിവസവും തന്റെ ഭാര്യ കൂടെ പോയിരുന്നു, പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിരുന്നു. ഇന്ന് കാണും, അതല്ലെങ്കിൽ മദീനത്ത് വെച്ച് കാണും, അല്ലെങ്കിൽ ഹജ്ജ് കർമ്മം കഴിഞ്ഞാൽ കാണും, തിരക്ക് ഒഴിഞ്ഞാൽ കണ്ടുമുട്ടുമെന്നെല്ലാം വിചാരിച്ചു. അവസാനം കണ്ടുമുട്ടാതായപ്പോൾ അദ്ദേഹം ഈ ലോകത്തിനോട് വിട പറഞ്ഞിട്ടുണ്ടായേക്കാം. അദ്ദേഹത്തിന്റെ ആ ബഹുമാനപ്പെട്ട ശരീരമെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ചും ഒരു അഡ്രസ് ഉണ്ടായിരുന്നില്ല. അവസാനം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞത് മുഹമ്മദ് മാസ്റ്ററെ ഈ ലോകത്തിനോട് വിട പറഞ്ഞ രീതിയിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് പോയ രീതിയിൽ കണ്ടു കിട്ടിയിട്ടുണ്ട് മക്കയിൽ എന്നുള്ളത്. ഈ വാർത്തകൾ അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ റിയാസും സൽമാനും കൂടിയിട്ട് മക്കയിലേക്ക് തിരിച്ചത്. റിയാസ് കുവൈത്തിൽ നിന്നാണ് പുറപ്പെട്ടു വന്നത് തന്റെ കുടുംബത്തിനോട് കൂടെ. ഉപ്പയെ അവസാനമായിട്ടൊന്ന് കാണുവാനും അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷം ഉപ്പയെ സ്വീകരിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അദ്ദേഹത്തിനെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ യാത്രയാക്കി അവസാനമായിട്ടൊരു നോക്ക് കണ്ടിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് മകൻ റിയാസ് സൽമാനും യാത്രയാക്കി. അങ്ങനെ അവര് തിരിച്ചു പോരുന്ന സമയത്താണ് സൗദിയിൽ വെച്ചിട്ട് അവരുടെ വാഹനം ഒരു അപകടത്തിൽപ്പെടുന്നതും ഈ പ്രിയപ്പെട്ട മകൻ റിയാസ് ഈ ലോകത്തിനോട് വിട പറയുന്നത്. നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രകാലം ആ കുടുംബം വല്ലാതെ സങ്കടപ്പെട്ടിരുന്നത് ഹജ്ജിന് പോയിട്ട് യാതൊരു വിവരം കിട്ടാത്ത തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഓർത്തിട്ടായിരുന്നു എല്ലാവരും. അങ്ങനെ അതിന് ഏകദേശം ഒരു വിവരം കിട്ടി. അതിന്റെ ഒരു പരിഹാര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു മനസമാധാനത്തിലേക്ക് പോകുമ്പോഴേക്കാണ് വലിയ ഒരു അപകടം പതിയിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട മകനും ഉപ്പയോടുകൂടെ യാത്രയായത്. റിയാസും ഉപ്പയോടുകൂടെ യാത്രയായി. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്ന KMCCയുടെ നേതാവായിട്ടുള്ള മുജീബ് പൂക്കോട്ടൂർ പറഞ്ഞ ചില വരികളുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ മുഹമ്മദ് മാസ്റ്ററുടെ മക്കള് വന്നിട്ട് അവരോടുമായിട്ട് ഒരുപാട് സമയം ഞാൻ ചിലവഴിച്ചു, 3 പിടി മണ്ണ് വാരിയിട്ടു. ആ ഒരു നല്ല കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. കാണാത്ത ഉപ്പയെ കണ്ട സന്തോഷവും അതുപോലെ തന്നെ ഉപ്പയെ വന്ന് കണ്ടിട്ട് യാത്ര അയക്കാൻ പറ്റിയ അതിലും വലിയ സന്തോഷമൊക്കെ അതിന് സഹകരിച്ച മുജീബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം അറിയിച്ചു പ്രിയപ്പെട്ട ഈ മാസ്റ്ററുടെ മകൻ റിയാസ്. അപ്പൊ ആ കെട്ടിപ്പിടിച്ചതിനെ കുറിച്ചിട്ട് ഈ മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന കാരുണ്യ പ്രവർത്തകൻ പറയാണ്, അദ്ദേഹം എന്നെ 3 പിടി മണ്ണ് ഉപ്പയുടെ കബറിലേക്ക് വാരിയിട്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ച സമയത്ത് അവസാന യാത്രയും അവസാന പിടുത്തവുമാണ് ഈ റിയാസ് നടത്തുന്നത് എന്ന് ഞാൻ അറിഞ്ഞു പോയില്ല. വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്തൊരു വിഷമം, ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് ആ ജീവകാരുണ്യ പ്രവർത്തകൻ പറയുന്നത്. ശരിയാണ്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. പ്രിയപ്പെട്ട ഉപ്പയുടെ വേർപാട് താങ്ങാൻ പറ്റാതെ അവസാനം എന്താണെങ്കിലും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ പോയിട്ടുണ്ടോ അറിയാനുള്ളൊരാഗ്രഹം. അങ്ങനെ അറിഞ്ഞു ഉപ്പ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആ സൽക്കർമ്മമായ ഹജ്ജ് കർമ്മത്തിനിടയിൽ യാത്രയായിട്ടുണ്ട്. അവസാനം അവരെ കണ്ടെത്തി, അവരെ യാത്രയപ്പ് നൽകിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അയച്ചു. എന്നിട്ട് ആ ഒരു കുടുംബം ശാന്തമായിട്ട് വരുന്ന സമയത്താണ് അള്ളാഹുവിന്റെ മറ്റൊരു പരീക്ഷണം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മുഹമ്മദ് മാസ്റ്റർക്കും അദ്ദേഹത്തിന്റെ മകൻ റിയാസിനും അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കിക്കൊണ്ട് ഉന്നതമായ സ്ഥാനം അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. ഈ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കൂ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് കുവൈത്തിലേക്ക് പോരുന്ന സമയത്ത് തന്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ആ ഒരു അപകടത്തിൽ തന്റെ ഫാമിലിയൊക്കെ പെട്ടിട്ടുണ്ട്. അതില് റിയാസ് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഉപ്പയോടുകൂടെ ഉപ്പയുടെ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടതിനു ശേഷം തന്റെ കബറിലേക്ക് ഞാൻ പോകുന്നു എന്ന് റിയാസ് അറിയുന്നില്ല. അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ച മുജീബ് പൂക്കോട്ടൂരും അറിയുന്നില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ മറ്റൊന്നും നമുക്കില്ല. വല്ലാത്ത ഓരോ വാർത്തകളാണ് സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബെ, ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകാരെ എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് എല്ലാം ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റബ്ബെ. ഈ പ്രാർത്ഥന മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്, അല്ലാതെ വേറെ രക്ഷ ഒന്നുമില്ല. വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ആ റിയാസിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് മാസ്റ്ററുടെയും അതുപോലെ തന്നെ റിയാസിന്റെ ഭാര്യ എല്ലാവർക്കും
നല്ല ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. റിയാസിന്റെ ഭാര്യയും മക്കളൊക്കെ അപകടത്തിൽ പെട്ടിട്ടുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്താണെങ്കിലും അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.